ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷോർട്സ് വീഡിയോസിൽ കുറേ പേർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറേ ക്രിയേറ്റേഴ്സിന് ഇപ്പോൾ ഒരു മെയിൽ വരുന്നുണ്ട്. അതായത് അവരുടെ ഷോർട്സ് വീഡിയോസ് ഇത് ഓട്ടോമാറ്റിക്കായി മ്യൂട്ടായി, അതുപോലെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അൺലിസ്റ്റഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക്കായി മ്യൂട്ട് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആകുന്നത് എന്ന് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ഷോർട്സ് വീഡിയോസിനും ഇതുപോലെ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇത്തരത്തിൽ നമ്മുടെ ഷോർട്സ് വീഡിയോസ് മ്യൂട്ട് ആകുക, അതുപോലെ അൺലിസ്റ്റഡ് ആകുമ്പോൾ നമുക്ക് യൂട്യൂബ് ഒരു മെയിൽ അയക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ മെയിലിൽ പറയുന്നത് എന്ന് നോക്കാം. The privacy settings for your YouTube shorts has been switched to unlisted because the video you sampled audio from has either been deleted or opted out by its original creator. YouTube ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓഡിയോ ഇത് ഓണർ ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഓണർ ഇത് ഓപ്റ്റ് ഔട്ട് ചെയ്തു. അതിനാൽ തന്നെ നിലവിൽ ആ ഒരു ഓഡിയോ വെച്ച് എത്ര പേർ ഷോർട്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ ഷോർട്സ് വീഡിയോസ് എല്ലാം മ്യൂട്ട് ആകും. അപ്പോൾ ഇങ്ങനെ അൺലിസ്റ്റഡ് ആയ വീഡിയോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? യൂട്യൂബ് കുറച്ച് ഓപ്ഷൻസ് എല്ലാം തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എന്തെല്ലാം എന്ന് നോക്കാം. യൂട്യൂബ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് അൺലിസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഷോർട്സ് ഫീഡിലൊന്നും വ്യൂവേഴ്സിന് കാണാൻ സാധിക്കില്ല, അതുപോലെ വ്യൂവേഴ്സ് സെർച്ച് ചെയ്താലും ഈ വീഡിയോ കാണാൻ സാധിക്കില്ല എന്നാണ്. അതുപോലെ രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായി ഈ ഒരു സോങ് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. കാരണം ഇതിന്റെ ഓണർ ഇത് ഓപ്റ്റ് ഔട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്തതായി പറയുന്നത് നമ്മുടെ ഷോർട്സ് വീഡിയോസ് 30 ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ആകുമെന്നാണ്. എന്നാൽ നമുക്കൊരു ഓപ്ഷൻ തന്നിരിക്കുന്നത് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു അവസരം തരുന്നുണ്ട്. അതായത് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിനുള്ളിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ യൂട്യൂബ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഇതേ ഓഡിയോ വെച്ച് നമുക്ക് റീ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. എന്നാൽ നമുക്ക് ഇതിന്റെ ഓഡിയോ ചേഞ്ച് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്യാം. ഇത്തരത്തിലുള്ള പ്രശ്നം നിങ്ങളുടെ ഷോർട്സ് വീഡിയോസിനും വന്നിട്ടുണ്ടോ? താഴെ കമന്റിൽ അറിയിക്കുക. വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്